കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ ചിറക്കുനി ടൗണിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ചിറക്കുനി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലുമാണ് ആദ്യം വോട്ട് അഭ്യർത്ഥിച്ചെത്തിയത്. പിന്നീട് ദിനേശ് BD യൂണിറ്റ്, പാലയാട് ലീഗൽ സ്റ്റഡീസ് സെന്റർ എന്നിവിടങ്ങളിലും സുധാകരൻ പര്യടനം നടത്തി. പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. ശബരിമല ദർശനം നടത്തി വിവാദത്തിലായ ബിന്ദു പഠിപ്പിക്കുന്ന ക്ലാസ്സിലും സുധാകരൻ എത്തി. അല്പനേരം ബിന്ദുവുമായും അദ്ദേഹം സംസാരിച്ചു. ബിന്ദുവിന്റെ ചോദ്യത്തിന് മറുപടിയായി സ്ത്രീ സംവരണം നടപ്പിലാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് പ്രത്യേക ലക്ഷ്യമുണ്ടെന്നും ഏത് സംവാദത്തിനും താൻ തയ്യാറാണെന്നും സുധാകരൻ പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ അക്രമത്തിനും ആയുധം ഉപയോഗിച്ചുള്ള ചോരപ്പുഴ ഒഴുക്കുന്നതിനും സ്ഥാനമില്ല. വിദ്യാർത്ഥി സമൂഹം ഇതിനെതിരെ മുന്നിട്ടിറങ്ങണം. അക്രമം ജനാധിപത്യ സംവിധാനത്തിൽ ശാശ്വതമല്ല. ആശയപരമായ സംവാദമാണ് നമുക്ക് വേണ്ടത്. മസിൽ പവർ, ആയുധ പോരാട്ടം, വർഗീയത ഇതൊന്നും ജനാധിപത്യത്തിൽ പ്രായോഗികമല്ല. ജനാധിപത്യം നിലനിർത്താൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക് പാലിക്കുന്നയാളാണ് എന്നും കെ സുധാകരൻ പറഞ്ഞു. അതൊക്കെ രാഹുൽ ഗാന്ധി ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. സ്ത്രീ സംവരണം മാത്രമല്ല, നിലവാരം ഉയർത്താനും നിലനിർത്താനുമുള്ള സാമ്പത്തിക പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ചെയ്യുന്നവനാണ് മോഡിയല്ല രാഹുൽ ഗാന്ധി എന്ന് ഇതിനകം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കും ലോക ജനങ്ങൾക്കും മാധ്യമം നല്ല ബോധ്യമായിട്ടുണ്ട്. രാഹുൽ പറഞ്ഞാൽ ചെയ്യും, മോഡി പറയുന്നത് വാക്കാണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. കാസർഗോഡ് സ്ഥാനാർത്ഥി ഉണ്ണിത്താന്റെ വിഷയത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും പ്രവർത്തകർ ഒറ്റക്കെട്ടായി കഴിഞ്ഞുവെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരും കാസർഗോഡും UDFന് വെന്നിക്കൊടി പാറിക്കാനാകുമെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. ആ വിഷയം അവിടെ തീർന്നു. ഈ കാണുന്ന പ്രതികരണം ശരിയല്ല. അവരെ കാസർഗോഡ് വിളിച്ചിരുന്നു. ഒരു പ്രശ്നവും അവിടെ ഇല്ല. ചെറിയ പ്രശ്നത്തിൻ്റെ വിലയുണ്ട്. വാക്കാണ്. അത് പുറത്ത് വന്നത് തന്നെ മോശമായി, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ണിത്താൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ 2 നിയോജക മണ്ഡലം കണ്ണൂരിലാണ്. ആ 2 നിയോജക മണ്ഡലം പരമാവധി ഞങ്ങൾ മാക്കൾ വോട്ടുണ്ടാക്കും. ഉണ്ണിത്താൻ ജയിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയാണ്. കേരളത്തിലെ ഇന്ത്യൻ പാർലമെന്റിന് ഒരു നല്ല മുതൽക്കൂട്ടാവും. KPCC ജനറൽ സെക്രട്ടറി VA നാരായണൻ, DCC സെക്രട്ടറിമാരായ NP ശ്രീധരൻ, NK മോഹനൻ, പുതുക്കുടി ശ്രീധരൻ, കുന്നുമ്മൽ ചന്ദ്രൻ, മേപ്പാട് രാമകൃഷ്ണൻ, കണ്ടോത്ത് ഗോപി, സുധീർ ബാബു, TP സനൽകുമാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.